പ്രകാശൻ ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പ എത്തി? കുറച്ചു നേരമായി. എവിടെ പോയിട്ട് വരാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് വരെ പോയതാ. ചെന്നപ്പോ പുള്ളിക്കാരനില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മിസ്സസുമായി കുറച്ചു നേരം കത്തിവെച്ചിങ്ങ് പോന്നു. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ബിസിനസ്സോ? എന്ത് ബിസിനസ്? അല്ല, സാറിന് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം തികയുന്നില്ലെന്നോ പുതിയ ബിസിനസ് തുടങ്ങിയെന്നൊക്കെ മായച്ചു പറയുന്ന കേട്ടു. അല്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ചാക്കിട്ട് പിടിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പുതിയ പുതിയ ബിസിനസ് തുടങ്ങിക്കുക, അതിന് വേണ്ട ഐഡിയാസ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ കഴുത്തിറക്കുന്ന കമ്മീഷൻ മേടിക്കുക. അങ്ങനെ എന്തോ ഒരു ബിസിനസ്, ശരിയല്ലേ? പരിഹസിച്ചതാണല്ലേ? മനസ്സിലായില്ലായിരുന്നു. അല്ല, ആ അച്ഛന്റെ മോളല്ലേ? അപ്പൊ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ പ്രകാശേട്ടാ, എന്തോ പറ്റി? ഹേയ്, ഒന്നുമില്ല. അയ്യോ, നിക്കന്നേ ചോദിക്കട്ടെ, എന്താ ഉണ്ടായത്? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പപ്പയായിട്ടുള്ള മീറ്റിംഗ്? എനിക്ക് തോന്നിയൊരു അബദ്ധം. അതിനിപ്പോ ആരെയും പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് അബദ്ധത്തിലാണെന്ന് തോന്നിയാ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് തലയൂരി സ്ഥലം വിടാൻ നോക്കണം. അതാണ് ബുദ്ധി. ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. പ്രകാശേട്ടൻ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയും. ഹേയ്, ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലനോ. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുന്ന നല്ലത്. പപ്പ എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തോ പ്രകാശേട്ടനോട്? ഹേയ്, ഹനുവിന്റെ പാപ്പ പക്ക ജെന്റിൽമാൻ അല്ലേ? വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പുള്ളിക്കാരന് നന്നായിട്ടറിയാം. ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് വലിഞ്ഞു കയറി വന്ന് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം കളഞ്ഞത് എന്റെ തെറ്റ്. പപ്പ പ്രകാശേട്ടനെ ഇൻസൾട്ട് ചെയ്തു അല്ലേ? ഏയ്, അന്ന് സാരമില്ലെന്നേ. മേനോൻ സാറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഇതൊന്നും ഒരു ഇൻസൾട്ടായിട്ട് അദ്ദേഹത്തിന് തോന്നില്ലായിരിക്കും. അനു, ജീവിക്കാൻ മാന്യമായ ഒരു ജോലിയും അത്യാവശ്യം കുടുംബ ചുറ്റുപാടുള്ള ഒരാളാണ് ഞാൻ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ നിൽക്കാതെ സ്വന്തം കാര്യം നോക്കി സന്തോഷത്തോടെ ജീവിക്കാനാ താല്പര്യവും. പിന്നെ ഇങ്ങനൊരു പാഴ്ബുദ്ധി തോന്നിയത് അനുവിന്റെ സങ്കടം കണ്ടിട്ടാ. തന്റെ പപ്പയ്ക്ക് എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഉണ്ടായാൽ അത് അനുവിനോട് സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് പപ്പ എന്താ പറഞ്ഞത്? വഴക്കുണ്ടായോ പ്രകാശേട്ടനുമായിട്ട്? ഏയ്, അങ്ങനൊന്നും ഉണ്ടായില്ല. എങ്കിലും ഞാനെന്തോ അനാവശ്യമായി ഇന്റർഫിയർ ചെയ്യുന്നു എന്ന മട്ടിലുള്ള സംസാരം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കുകയോ സ്വീകരിക്കാണ്ടിരിക്കുകയോ ചെയ്യുന്നത് മേനോൻ സാറിന് ഇഷ്ടമാണ്. എന്നാലും അത് കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാലോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു അയൽക്കാരനല്ലേ. അപ്പൊ സംഭവിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി. ഐ എം സോറി പ്രകാശേട്ടാ. ഞാൻ എന്താ ചെയ്യുക? അറിയാലോ പപ്പയുടെ സ്വഭാവം. ഐ എം സോറി. പപ്പയ്ക്ക് വേണ്ടി ഞാൻ സോറി പറയുന്നു. ഏയ്, എന്താ അനുകുട്ടി, ഇയാളെന്തിനാ എന്നോട് സോറി പറയുന്നത്? നമ്മൾ തമ്മിൽ അങ്ങനെ സോറി പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ദേ, ഇനി ഈ കാര്യം അനു പപ്പയോട് ചോദിച്ച് ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാൻ പോണ്ട കേട്ടോ. ഞാനത് അപ്പോഴേ വിട്ടുകളഞ്ഞതാ. പിന്നെ അനു ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഒന്നും മനസ്സിൽ വെക്കല്ലേ പ്രകാശേട്ടാ. ഇല്ലെന്നേ. അനുവിനോട് ഞാൻ കള്ളം പറയോ? അയ്യോ, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങ് പോന്നതാ. കാണാത്തതുകൊണ്ട് മായ വിഷമിക്കുന്നുണ്ടാവും. ചെല്ലട്ടെ, ബൈ. ശരി. അനു, ഇങ്ങ് വന്നേ. ഞാൻ ജോലിക്ക് പോവാതെ ഇവിടെ കുറച്ചുനാൾ സ്വസ്ഥമായിരിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം? പപ്പയുടെ വീട് പപ്പയുടെ ഇഷ്ടം. അതെന്തായാലും എനിക്കതിലൊരു വിരോധമില്ല. പിന്നെ എനിക്ക് തുടങ്ങാൻ പറ്റിയ പ്രോജക്റ്റുകളെ കുറിച്ച് ആലോചിക്കാൻ അയാളോടാരാ ശുപാർശയ്ക്ക് ചെന്നത്? ടെൽ മീ, ആര് പറഞ്ഞിട്ട് അയാൾ ഇവിടെ വന്നത്? നീയോ അതോ നിന്റെ മമ്മിയോ? ആരും പറഞ്ഞിട്ടല്ല പ്രകാശേട്ടൻ ഇവിടെ വന്നത്. പിന്നെ പപ്പയോടുള്ള ഇഷ്ടവും താല്പര്യം കൊണ്ടാ. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന നല്ല ഉദ്ദേശം ഉള്ളതുകൊണ്ടാ പ്രകാശേട്ടൻ പപ്പയെ സഹായിക്കാന്ന് വെച്ചത്. ഞാൻ ആവശ്യപ്പെടാതെ എന്നെ സഹായിക്കാൻ വരാൻ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് പപ്പ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? ജോലി റിസൈൻ ചെയ്ത കാര്യം ഞാൻ പ്രകാശേട്ടനോടും മായച്ചിയോടും പറഞ്ഞിരുന്നു. അപ്പൊ എന്താ പപ്പയുടെ പ്ലാൻ എന്ന് പ്രകാശേട്ടൻ ചോദിച്ചിരുന്നു. പപ്പ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തില്ല എന്ന് കരുതിയായിരിക്കും ചില പ്രൊജക്റ്റുകളെ പറ്റി പ്രകാശേട്ടൻ ആലോചിച്ചത്. അതിപ്പോ ഓരോരുത്തരുടെ നല്ല മനസ്സുകൊണ്ടല്ലേ. അതിനിങ്ങനെയാണോ പപ്പ റെസ്പോണ്ട് ചെയ്യേണ്ടേ? പപ്പയ്ക്ക് അയാൾ വന്നതും സംസാരിച്ചതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാന്യമായിട്ട് അവോയ്ഡ് ചെയ്യായിരുന്നല്ലോ. എന്ത്? ഞാൻ അയാളോട് എന്ത് മാന്യതകൾ കാട്ടിയെന്നാ നീ പറയുന്നത്? പപ്പ എങ്ങനെയാ പ്രകാശേട്ടനോട് പെരുമാറിയതെന്ന് ഞാൻ കണ്ടില്ലല്ലോ.
പക്ഷെ പ്രകാശേട്ടൻ ആകെ ഇൻസൾട്ടഡ് ആയിട്ടാ ഇവിടുന്ന് പോയത്. സോ വാട്ട്? എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വലിഞ്ഞു കയറി വരുന്നവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ എനിക്കറിയൂ. ആദ്യം ഒരു ഉണ്ണികൃഷ്ണൻ സാർ, പിന്നെ പ്രകാശ്, ഇവരൊക്കെ പറയുന്ന പോലെ വേണോ ഞാൻ ജീവിക്കാൻ? ഞാൻ അത്രയ്ക്കൊരു ഇഡിയറ്റ് ആണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പപ്പ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടുക. ഉണ്ണികൃഷ്ണൻ സാറിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ പ്രകാശേട്ടൻ അങ്ങനെയല്ല പപ്പയെക്കുറിച്ച് കരുതിയിരിക്കുന്നത്. നമ്മളെ സ്വന്തം ആൾക്കാരായിട്ടാ പ്രകാശേട്ടൻ കണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് പാവമാ. എന്ത് പാവം? കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. അയാളുടെ മുഖം കണ്ടാലേ അറിയാം. ഈസ് എ കണ്ണിങ് ക്രൂക്കറ്റ് ചാപ്പ്. എന്തോ നേട്ടം മനസ്സിൽ കണ്ടിട്ടാണ് അയാൾ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഐ തിങ്ക് ഹീസ് എ ഫ്രോഡ്. പപ്പ, ഇത് കഷ്ടമാ. ഒരാളെ പപ്പയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമോ? ഇതുവരെയുള്ള എന്റെ പരിചയം വെച്ച് പ്രകാശേട്ടൻ ഒരു ഫ്രോഡാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹീസ് സച്ച് എ നൈസ് പേഴ്സൺ. പ്രകാശേട്ടൻ മാത്രമല്ല, ആ ഫാമിലിയിലെ എല്ലാവരും. എനിവേ, ലീവ് ഓൾ ദാറ്റ്. ഇനി ഇതുപോലെ ഉപകാരങ്ങൾ ചെയ്ത് ഉപദ്രവിക്കാൻ കയറി വരരുതെന്ന് അയാളോട് പറഞ്ഞേക്കണം. ഓക്കെ? ഹലോ, മോർണിംഗ്. വേണ്ട, ഞാൻ വന്നോളാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ മതിയെന്ന്. അത് വേണ്ട, ഞാൻ കോളേജിലെത്തിയേക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ചിനുള്ള കറികൾ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. നീ ഇപ്പോൾ കഴിക്കുന്നുണ്ടോ? കുറച്ച് കഴിയട്ടെ. ഞാനും പപ്പയും കൂടി ഒരുമിച്ച് കഴിച്ചോളാം. അല്ല, ഇന്നെന്താ നിന്റെ പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? ഇതൊന്ന് വായിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. എങ്ങോട്ടേലും പോകുന്നുണ്ടോ? എവിടെ പോവാൻ? എങ്ങും പോവാനില്ല. കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നിനക്ക്. അവരുടെ ആരുടെയും വീട്ടിൽ പോയിക്കൂടെ? അല്ല, ഒറ്റയ്ക്ക് ഇവിടെ ചടഞ്ഞിരുന്ന് ബോറടിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഞാൻ തനിച്ചല്ലല്ലോ, പപ്പയുണ്ടല്ലോ. പിന്നെന്താ? അനു, ഞാനൊരു കാര്യം പറയട്ടെ. ഏത് നേരവും നീ ഇങ്ങനെ പപ്പയുടെ പിന്നാലെ നടക്കുന്ന എന്തിനാ? കൂടുതൽ കെയറും അറ്റാച്ച്മെന്റും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാ എങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ നിന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. അത് ഗുണം ചെയ്യില്ല രണ്ടുപേർക്കും. നീ ചിരിക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ.
അനു, യു ആർ എ ഗ്രോൺ അപ്പ് ഗേൾ. നിന്റെ ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പ്രായവും പക്വതയൊക്കെ നിനക്കുണ്ട്. ഇനിയും കൊച്ചു കുട്ടികളെ പോലെ ഏത് നേരം പപ്പയുടെ നിഴല് പോലെ കൂടെ നടക്കേണ്ട കാര്യം എന്താ? നീ എന്നെ നോക്ക്. നിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തില് ഞാൻ അനാവശ്യമായിട്ട് ഇടപെടാറുണ്ടോ? ഇല്ലല്ലോ. മക്കള് പ്രായപൂർത്തിയായ എല്ലാ പാരന്റ്സും അങ്ങനെയാ. അവർക്ക് അവരുടേതായ ഫ്രീഡം നൽകും. അല്ലാതെ നിന്റെ പപ്പയുടെ കൂട്ട് നഴ്സറി കുട്ടികളെ കൊണ്ടു നടക്കുന്നത് പോലെ കൊണ്ടു നടക്കാറില്ല. നീയും കൂടെ അത് വളം വെച്ച് കൊടുക്കുന്നത് കൊണ്ടാ നിന്റെ പപ്പ ഇങ്ങനെ പൊസസീവ് ആവുന്നത്. അപ്പൊ അതാണ് കാര്യം. പപ്പയെ ഞാൻ അനുസരിക്കാൻ പാടില്ല, കെയർ ചെയ്യാൻ പാടില്ല, എങ്ങോട്ടും കൂടെ പോകാൻ പാടില്ല. ചുരുക്കത്തിൽ പറഞ്ഞ പപ്പയെ സ്നേഹിക്കാനേ പാടില്ല. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞ മമ്മിയെപ്പോലെ ഞാനും ആ പാവത്തിനെ ഒഴിവാക്കണം, വെറുക്കണം. ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ മമ്മിക്കത് സ്ട്രെയിറ്റ് ആയിട്ട് എന്നോട് പറയായിരുന്നു. അനു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സ്നേഹിക്കണ്ടെന്നോ ഒഴിവാക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ നിന്റെ പപ്പ നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും ലാളനയും പിന്നീട് നിനക്കൊരു ബാധ്യതയാവരുത്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദേ നോക്ക്, അധികം വൈകാതെ മറ്റൊരു ലൈഫിലേക്ക് കടക്കേണ്ട പെണ്ണാ നീ. ഭർത്താവ്, കുഞ്ഞ്, കുടുംബം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിന്റേത് മാത്രമായ ഒരു ജീവിതം. അപ്പൊ നിന്റെ പപ്പ എന്ത് ചെയ്യും? ആർക്കും വിട്ടുകൊടുക്കാതെ അപ്പോഴും നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുവോ? എന്നാ പിന്നെ നിന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞുള്ളൊരു നേരം ഉണ്ടാവില്ല. സ്വന്തം ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ടും മമ്മിയുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ. അതാരുടെ കുറ്റം കൊണ്ടാ? അനു, മമ്മി പ്ലീസ്, ഞാൻ തർക്കിക്കാൻ പറയല്ല. മമ്മി ഇപ്പൊ പറഞ്ഞതെല്ലാം ജെന്യൂൻ ആണ്. അതെനിക്കറിയാം, പപ്പയ്ക്കും അറിയാം. പപ്പ കാണിക്കുന്ന ഈ സ്നേഹം ചിലപ്പോഴൊക്കെ എന്നെ ശ്വാസം മുട്ടിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പരാതിപ്പെടാനോ വഴക്കിനോ ഒന്നും ചെല്ലാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് മമ്മിക്കറിയോ? മകളുടെ ഭാവി ജീവിതം ഭദ്രമാക്കാൻ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മമ്മി സൗകര്യപൂർവ്വം മറന്നു. എന്തുകൊണ്ട് എന്റെ പപ്പ ഇങ്ങനെയായി പോയിന്ന് പറഞ്ഞില്ലെങ്കിലും അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവും. കാരണം മമ്മി പറഞ്ഞതുപോലെ ഞാനും ഒരു മുതിർന്ന പെണ്ണാണല്ലോ. മമ്മി, ഞാൻ മമ്മിയെ വിഷമിപ്പിച്ചെങ്കിൽ സോറി. പപ്പയെ നേരെയാക്കി എടുക്കാൻ വേണ്ടി മമ്മിയുടെ ലൈഫും ഇഷ്ടങ്ങളും തിരുത്തണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മമ്മിയിൽ നിന്ന് പപ്പയ്ക്ക് കിട്ടാത്ത സ്നേഹം ഒരു മകളെന്ന നിലയിൽ ആ മനുഷ്യന് തിരിച്ചു നൽകാൻ ഞാൻ ശ്രമിക്കും. അതെന്റെ കടമയാ. എത്ര കാലം എനിക്കതിന് കഴിയുമെന്നറിയില്ല. എങ്കിലും കഴിയുന്നിടത്തോളം കാലം ഞാനത് സന്തോഷത്തോടെ ചെയ്യും. അല്ലെങ്കിൽ എന്റെ പപ്പയുടെ ജീവിതത്തിന് ഒരർത്ഥമില്ലാതെ പോവും. കോളേജിലേക്കാണോ? അതെ. ഇന്നെന്താ തനിച്ച്? കൂട്ടിക്കൊണ്ടുപോകാൻ ആരെയും കണ്ടില്ലല്ലോ. എന്താ ഉണ്ണികൃഷ്ണൻ സാറ് സ്ഥലത്തില്ലേ? അയാളോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. വൈ? നോ, വെയിറ്റ്. എന്നെയും അനുവിനെയും ഉദ്ദേശിച്ചാണ് അയാളോട് വരണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ആദ്യം കണ്ട കൗതുകം 1000 തവണ കണ്ടാലും മാറില്ലല്ലോ. അതെ, ആരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല അയാളോട് വരണ്ടാന്ന് പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടു. സി, ബസ്സിൽ ഉന്തും തള്ളും കൊള്ളാതെ പോണെങ്കിൽ ടേക്ക് ദ കാർ. എനിക്കിനി അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഒരു റിട്ടയർഡ് പേഴ്സണെ സംബന്ധിച്ചോളം കാർ ഒരു ലക്ഷറിയാണ്. വേണ്ട, എല്ലാം നിങ്ങൾ തന്നെ ഉപയോഗിച്ചോ. ഒന്നിന്റെ കണക്ക് ചോദിക്കാൻ ഞാൻ വരില്ല. ആ കണക്ക് ഏതായാലും നമ്മൾ തമ്മിൽ കണക്ക് പറയേണ്ട ആവശ്യമുണ്ടോ മധു? ഏത് കണക്ക് എങ്ങനെ നോക്കിയാലും ലാഭം തനിക്കല്ലേ ഉള്ളൂ. വീട്ടിൽ വരുന്നതിനെ ഉണ്ണികൃഷ്ണൻ സാറിന് വിലക്കൊള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ അങ്ങനെ പോലും ഒരു കോംപ്രമൈസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ്. ഞാനും എൻ്റെ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താനായിട്ട് എന്തിനു ഒഴിവാകണം? ശിവ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു നിന്നോളാം. നിങ്ങൾക്ക് ആത്മസംതൃപ്തി കിട്ടുന്നത് വരെ പരിഹസിക്കോ കുറ്റപ്പെടുത്തിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഒരക്ഷരം പോലും എതിർത്ത് ഞാൻ പറയില്ല. എത്ര തവണ വേണമെങ്കിലും ഞാൻ തോറ്റുതരാം, സന്തോഷത്തോടെ.
പക്ഷേ ഒന്നെനിക്ക് വേണം. നമ്മൾ തമ്മിലുള്ള ഈ ഗെയിമിൽ നിന്ന് അനുവിനെ എനിക്ക് ഒഴിവാക്കി തന്നേ പറ്റൂ. ഒരു നോട്ടം കൊണ്ടുപോലും നിങ്ങൾ അവളിൽ അവകാശം സ്ഥാപിക്കുന്നത് എനിക്കിഷ്ടമല്ല. അനുവദിക്കില്ല ഞാൻ. കൂൾ മധു, ഞാൻ നമ്മുടെ മകളിൽ എന്തിന് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കണം? അതിന്റെ ആവശ്യം എന്താ? അമ്മയായ മധുമതിക്കുള്ള അതേ അവകാശം തന്നെ. നിർത്ത്. പറയാൻ പോകുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാകും. അച്ഛന്റെ അവകാശത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഈ നാണം കെട്ട കളി കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി. ഇനി ആ അവകാശത്തിന്റെ പേരും പറഞ്ഞ് വേഷം കെട്ടാനാണ് ഉദ്ദേശമെങ്കിൽ മധു, താൻ പറയുന്ന ഒക്കെ ഞാൻ സമ്മതിച്ചു തരാം. ഒറ്റ കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അനു ജന്മം കൊണ്ട് എന്റെ മകളല്ലായിരിക്കും, പക്ഷെ ഈ നിമിഷം വരെ ഞാൻ അവളുടെ പപ്പയാണ്. എനിക്കും അനുവിനും ഇടയിൽ സംശയത്തിന്റെ ഒരു നൂലിഴക്ക് പോലും സ്ഥാനമില്ലാതിരുന്നിട്ടും ഞാൻ അവളുടെ പപ്പയല്ലെന്ന് നീ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് മാത്രമല്ല, അനുവിനോട് പോലും. എന്തിനാണ് നീ അവളെ എന്നെ അകറ്റുന്നത്? പറ, tell me. എന്തിനാണ് നീ എന്നെ ഭയക്കുന്നത്? എനിക്കൊരു ഉത്തരം വേണം. ഉത്തരം പറയാൻ പറ്റുന്നില്ല അല്ലേ? പ്ലീസ് ശിവ, പ്ലീസ് ലീവ് ഹർ. അവളൊരു പാവാ. ഒന്നും അറിയാതെ നിങ്ങളെ അവൾ സ്നേഹിക്കുകയാണ്. അത് നിങ്ങൾ മുതലെടുക്കരുത്. എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കരുത്. പ്ലീസ്, ഐ ബെഗ് യു. മായേ, ഒന്ന് നിർത്തിക്കേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വരാം. ടീച്ചർ കോളേജിലേക്കാണോ? മായ എവിടെ പോയിട്ട് വരിക? ഞാൻ മോളെ സ്കൂൾ വാനിൽ വിടാൻ വന്നതാ. പ്രകാശേട്ടൻ ഇന്ന് നേരത്തെ പോണായിരുന്നു. മായ ഇങ്ങ് വന്നേ. ഞാൻ മായ വീട്ടിൽ വന്നൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ ടീച്ചറെ? അത് അനുവിന്റെ കാര്യ. അല്ല, അവക്കിനി കുറച്ച് ദിവസം കോളേജിൽ പോകണ്ടല്ലോ. അനു പറഞ്ഞിരുന്നു. പ്രകാശിനും മോളും പോയാൽ പകല് മുഴുവൻ മായ തനിച്ചല്ലേ വീട്ടില്. അതുപോലെ ഇപ്പം അനുവിന്റെ കാര്യവും. അതോർക്കുമ്പോൾ എനിക്കെന്തോ ഒരു പേടി. അതിന് ടീച്ചർ എന്തിനാ പേടിക്കുന്നേ? അനു തനിച്ചല്ലല്ലോ അവിടെ. മേനോൻ സാറും ഇല്ലേ കൂടെ? പിന്നെന്താ? അത് അവളുടെ പപ്പയുടെ സ്വഭാവം കുറച്ചൊക്കെ മായയ്ക്കും അറിയാമല്ലോ. എന്നോടുള്ള വാശിക്ക് പുള്ളിക്കാരൻ അവളെ കെയർ ചെയ്യുന്നൊക്കെ ഭാവിക്കുമെങ്കിലും ആൾക്ക് അവളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയൊന്നുമില്ല. പിന്നെ എപ്പോഴും വീട്ടിൽ കാണണമെന്നുമില്ല. വരവും പോക്കുമൊക്കെ തോന്നിയ പാടാ. ഞാൻ എപ്പോഴും അവളോട് പറയും, തനിച്ച് വീട്ടിലിരിക്കാതെ കോളേജ് വന്നിരിക്കാൻ. അവിടെ ഇരുന്ന് അവൾക്ക് പഠിക്കുകയെങ്കിലും ചെയ്യാമല്ലോ. എന്ത് ചെയ്യാനാ, അവൾക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവൾക്കിവിടെ ആകെയുള്ള കമ്പനി മായയും പ്രകാശനുമാണ്. പകല് മുഴുവൻ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല. അതാവുമ്പോൾ മായയ്ക്കും ഒരു കൂട്ടായനെ. അവളെ കാര്യമോർത്ത് എനിക്ക് ടെൻഷൻ ആവണ്ടായിരുന്നു. ഇതിലിപ്പോ ഞാനെന്ത് വേണമെന്നാ ടീച്ചർ പറയുന്നേ? ഡേ ടൈമിൽ അവിടെ മായയുടെ കൂടെ വന്ന് നിൽക്കാൻ ഒന്ന് പറയണം. മായ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞ അനു തയ്യാറാവുമെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ടീച്ചറെ? അനു പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം. വീട്ടിൽ തനിച്ചാവുന്നതിനേക്കാൾ അവളെ സങ്കടപ്പെടുത്തുന്നത് അവളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള വാശിയും പിണക്കവും ഒക്കെയാണ്. പറയുന്നോണ്ട് ടീച്ചറിന് വിഷമം തോന്നരുത്. മേനോൻ സാറും ടീച്ചറും തമ്മിലുള്ള ഈ അകൽച്ച
അവളെ വല്ലാതെ വെറുപ്പ് മുട്ടിക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഓണം വീട്ടിൽ വന്നപ്പോ അവൾ അതേക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ കാണുമ്പോ ടീച്ചറോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അവളെ ഓർത്ത് മാത്രമാ ഞാൻ പലതും കോംപ്രമൈസ് ചെയ്യുന്നത്. പക്ഷെ അവളും അതൊന്നും മനസ്സിലാക്കുന്നില്ല. അത് ടീച്ചർക്ക് വെറുതെ തോന്നുന്നതാ. എല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവുമുള്ള കുട്ടിയാനു. അച്ഛനു വേണ്ടി അമ്മയോ അമ്മയ്ക്ക് വേണ്ടി അച്ഛനെയോ ഒഴിവാക്കാൻ അവൾക്ക് പറ്റില്ല. നിങ്ങളെ രണ്ടുപേരെയും അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക്. പിന്നെ പെൺമക്കൾക്ക് അച്ഛനോട് കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്നത് സ്വാഭാവികമല്ല ടീച്ചറെ.